മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറും ഈ സ്വാതി സുധ സംഗീത ഉത്സവത്തിൻ്റെ അധ്യക്ഷനുമായ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, ഇന്നത്തെ ഈ സംഗീത ഉത്സവത്തിൻ്റെ മുഖ്യ അതിഥിയും ഉദ്ഘാടകനുമായ പ്രിൻസ് ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും ഇന്ത്യ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഇൻ സയൻസ് ഓഫ് മ്യൂസിക് ഡയറക്ടറുമായ ഡോക്ടർ ശ്രീ എം.ആർ. ഉണ്ണി, മറ്റ് സംഗീത സ്നേഹികളെ, വിവിധ സ്ഥലങ്ങളിൽ നിന്നും കടന്നെത്തിയ ബഹുമാന്യരെ, CMS കോളേജും തിരുവിതാംകൂർ രാജകുടുംബവുമായി 200-ലേറെ വർഷത്തിൻ്റെ ബന്ധമാണുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 201 വർഷത്തിനപ്പുറം ഉള്ള ചരിത്രം. ഭാരതത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് നാന്ദി കുറിക്കുവാൻ കേണൽ മൺറോയുടെ അഭ്യർത്ഥന പ്രകാരം ബെഞ്ചമിൻ ബെയ്ലിയുടെ വരവിനോട് അനുബന്ധിച്ച് ഇവിടെ ഒരു കോളേജ് ആരംഭിക്കുവാൻ വേണ്ട നേതൃത്വം നൽകിയ, എല്ലാ കൈത്താങ്ങലുകൾ നൽകിയ തിരുവിതാംകൂർ രാജകുടുംബം ഇന്ന് CMS കോളേജ് മാത്രമല്ല കേരള സമൂഹവും ഭാരതവും അഭിമാനത്തോടെ നന്ദിയോടെ സ്മരിക്കുന്നു. 1817 ബെഞ്ചമിൻ ബെയ്ലിയുടെ വരവോടുകൂടി പാശ്ചാത്യ രീതിയിലുള്ള കേംബ്രിഡ്ജ് പഠന രീതിയിലുള്ള കരിക്കുലം ആസ്പദമാക്കിയുള്ള വിദ്യാഭ്യാസം ഇവിടെ ആരംഭിക്കുകയാണ്. ആ പഠനവും ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നേതൃത്വം നൽകുന്ന സംഗീത ശാസ്ത്ര പഠന പരിപാടികളും എല്ലാം ഒത്തിണക്കി മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. 1817 ഇവിടെ ആരംഭിച്ച പഠന വിഭാഗങ്ങളിൽ സംഗീതം ഒരു ഐച്ഛിക വിഷയമായിരുന്നില്ല എങ്കിൽ തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഗണിതശാസ്ത്രവും സംഗീതത്തിൻ്റെ താളവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശാസ്ത്രവുമായ ഗണിതശാസ്ത്രവും എല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. ബഹുമാന്യനായ മഹാരാജ അന്ന് ലോക ഗണിതശാസ്ത്രത്തിൻ്റെ ക്ലാസിക്കായ യൂക്ലിഡിൻ്റെ 4 വോളിയവും സമ്പാദിച്ചിരുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന വസ്തുതയാണ്. അന്ന് ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കുന്നത് CMS കോളേജിലും മഹാരാജാവിൻ്റെ പക്കൽ മാത്രമേ ഈ യൂക്ലിഡിൻ്റെ 4 വോളിയം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിൻ്റെ 4-1 പോലും കേരളത്തിലെ ഗണിതശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയത്തക്കതാണ്. അത്തരത്തിൽ വിദ്യാഭ്യാസത്തോടും മാനവികതയോടും വലിയ ദർശനമുള്ള ഒരു രാജകുടുംബത്തിൻ്റെ ഭാഗമായി ഈ കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകുവാനും അതിനപ്പുറമായി മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് ശാക്തീകരണം നൽകുവാനും രാജകുടുംബം സാധിച്ചു. 1870 ബഹുമാന്യനായ വൈശാഖം തിരുനാൾ മഹാരാജാവ് CMS കോളേജ് സന്ദർശിച്ചത് അന്ന് ചരിത്രത്തിൽ വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് പ്രിൻസ് ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയുടെ ഈ കടന്നുവരവും ചരിത്രത്തിൻ്റെ 200 വർഷം പിന്നിടുന്ന ഈ വഴികളിൽ, ഈ കാലയളവിൽ CMS കോളേജിൻ്റെ ദുശതാബ്ദി ആഘോഷിക്കുന്ന ഈ കാലയളവിൽ ഇതും മറ്റൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ അഭിമാനത്തോടെ കാണുന്നു. അന്ന് ഒരു കോളേജ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ സംശയങ്ങളുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കാത്ത ഒരു ലോകത്ത് എങ്ങനെ ഒരു കോളേജിന് സാധ്യതയെന്ന്. അന്ന് ഗ്രാമ സ്കൂളിൽ കൂടിയായിരുന്നു വിദ്യാർത്ഥികളെ ഇതിലേക്ക് കടത്തിവിടുന്നത്. അന്ന് കേരളത്തിൽ വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നില്ല. ശാസ്ത്രീയമായ രീതിയിൽ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഒരു കരിക്കുലം അടിസ്ഥാനമാക്കിയുള്ളൊരു വിദ്യാഭ്യാസമില്ലായിരുന്നു. അത്തരത്തിൽ വിദ്യാഭ്യസിച്ച അനേകരുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കടത്തിവിടുവാനുള്ള ഒരു ഗ്രാമ സ്കൂൾ ആരംഭിച്ചു. 1870 വൈശാഖ തിരുനാൾ ഈ ഗ്രാമ സ്കൂളിൽ സന്ദർശിക്കുകയും ഇന്നും ആ ഗ്രാമ സ്കൂൾ ഈ ഗ്രേറ്റ് ഹോളിൻ്റെ പുറകിലായിട്ട് ഉണ്ട്. ബഹുമാന്യനായ ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മ ഈ ചടങ്ങിന് ശേഷം ആ ഗ്രാമ സ്കൂളും സന്ദർശിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത്
CMS കോളേജ് കുടുംബത്തിന് മാത്രമല്ല കേരള സമൂഹവും എന്നും ഓർത്തിരിക്കുന്ന മറ്റൊരു ചടങ്ങായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുക എന്നുള്ളതാകുന്നല്ലോ എൻ്റെ കർത്തവ്യം. ഇത്തരത്തിൽ സംഗീതത്തിൻ്റെ ശാസ്ത്രവശങ്ങളെക്കുറിച്ച് പഠിക്കുവാനും പരിപോഷിപ്പിക്കുവാനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഇൻ സയൻസ് ഓഫ് മ്യൂസിക് എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പഠന വിഭാഗത്തിന്, ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനായി ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ ബാബു സെബാസ്റ്റ്യൻ സാറിന് ഒറ്റവാക്കിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സംഗീതത്തിൻ്റെ ലോകത്തെ എല്ലാ തിരക്കുകൾക്കിടയിലും വീണ്ടും വന്ന് പഴയകാല ഓർമ്മകളെ ഉണർത്തുവാനും ഈ സംഗീത ഉത്സവത്തെ അർത്ഥവത്താക്കുവാനും കടന്നു വന്ന ഈ ചടങ്ങിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനായ പ്രിൻസ് ശ്രീ അശ്വതി തിരുനാൾ രാമവർമ്മയോട് CMS കോളേജിനും മഹാത്മാഗാന്ധി സർവകലാശാലയുടെയും പേരിലുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ ഡയറക്ടറും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി രജിസ്ട്രാറുമായ ശ്രീ MR ഉണ്ണി അവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സംഗീതോത്സവത്തിൽ വിവിധങ്ങളായ ഭാഗങ്ങളായി നേതൃത്വം കൊടുക്കുന്ന, സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന, കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചിരിക്കുന്നു. സ്വാതി സുധയുടെ ശ്രേഷ്ഠമായ ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഗ്രേറ്റ് ഹാളിൻ്റെ ഈ വേദിയിൽ സ്വാതി സുധ അരങ്ങേറുകയാണ്. കലാകാരന്മാരും കലാകാരികളും തയ്യാറായിരിക്കുകയാണ്. ഒട്ടും താമസമില്ലാതെ തന്നെ ഈ വേദിയിൽ സംഗീതത്തിൻ്റെ അരങ്ങൊരുങ്ങുകയാണ്.